അല്ലാതെ കാണുകയൊക്കെ ചെയ്ത് എന്റെ വീട്ടിൽ ഒരുത്തിനെ കൊണ്ടുവന്നു. അപ്പൊ അവളുടെ വീട്ടിൽ എത്ര എണ്ണത്തിന് കൊണ്ടുവന്നു അത് മോൻ കണ്ടു കാണും. ബിവറേജിലിരുന്ന് കുടിക്കുന്നു, ലോഡ്ജിലിരുന്ന് കുടിക്കുന്നു, ഇനി കാറിനകത്തിരിക്കുന്നു കുടിക്കുന്നുണ്ട്. എന്നെ പിടിച്ച് എറിയുകയൊക്കെ ചെയ്തവള് മദ്യപിച്ചിട്ട്. എന്റെ വീട്ടിലും ബിവറേജിലും ഒക്കെ കുടിക്കുന്ന ഫോട്ടോയാ ഇതല്ല. ഇതെന്റെ വീട്ടിൽ ഇരുന്ന് കുടിക്കുന്നു, ഇത് ബിവറേജിൽ ഇരുന്ന് കുടിക്കുന്നില്ല, അത് ലോഡ്ജിലിരുന്ന് കുടിക്കുന്നു. ആൺസുഹൃത്തിലുള്ള ബന്ധത്തിൽ സുഹൃത്തുക്കൾ ഒരുപാടുണ്ടായി. ഉണ്ട്. അതിനു മുമ്പ് ഇവിടെ അടുത്തുള്ള ഒരു പയ്യനുമായിട്ട് ആയിരുന്നു. ഓ അത് ശരി. കള്ളു കുടിക്കുന്ന ഫോട്ടോ എവിടെ അത് ഇങ്ങനെ നടക്കുന്നേ? എവിടെ ഉണ്ട് സാറേ ഇങ്ങനെ? എന്റെ വീട്ടിൽ വെച്ച് കുടിച്ചതാ ഇത് കാണുന്നേ. എന്റെ അലമാരിയായത്. അത് കഴിഞ്ഞിട്ട് ബിവറേജിലിരുന്ന് കുടിക്കുന്നു, ലോഡ്ജിലിരുന്ന് കുടിക്കുന്നു, ഇനി കാറിനകത്തിരിക്കുന്നു കുടിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു കാണുന്നില്ല. സ്ത്രീധന പീഡനമെന്നും പറഞ്ഞ് എന്റെ മോനെ കള്ളക്കേസിൽ കുഴിക്കാന്ന് ഈ ചേരി ചെയ്ത് എന്റെ കുഞ്ഞിനെ കൊണ്ടുവച്ചത്. മൂത്രമൊഴിക്കുമ്പോ രക്തമായിരുന്നു എന്റെ കുഞ്ഞൊഴിക്കുന്നത്. മൂത്രത്തിന്മാര് രക്തമായിരുന്നു ഒഴിക്കുന്നത്. ഇതൊരു അമ്മ എങ്ങനെ മറ്റുള്ളവരോട് പറയും? ആൺസുഹൃത്തുക്കളും ഇതാണ് കള്ളാന്ന് സാറേ. മദ്യപാനവും ആൺസുഹൃത്തുക്കളും ഞങ്ങള് സ്ത്രീകള്. ഇവിടെ എന്തോ ഒരു ബഹളമായിരുന്നു. ഇവിടെ അടിച്ചു പൊട്ടിപ്പും എഴുത്തെറിയൊക്കെ കുടിച്ചിട്ട് എന്നെ പിടിച്ച് എറിയുകയൊക്കെ ചെയ്തവള് മദ്യപിച്ചിട്ട്. ഈ ക്ലാസ്സിനകത്ത് മദ്യം കൂടെ ഒഴിച്ച് മീനും ഇറച്ചിയൊക്കെ കൊണ്ടുവച്ച അത് പോട്ടെ, അവര് കഴിച്ചോട്ടെ. എന്നിട്ട് എന്നെ ഉപദ്രവിച്ചവള്. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല. നാണക്കേടല്ലയോ? ഒരു മരുമോൾ അടിച്ചെന്ന് പുറത്ത് പറഞ്ഞ നാണക്കേടായതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല, അക്ഷരവും മിണ്ടിയില്ല. ഞാനൊന്ന് വാടകയ്ക്ക് ഇറങ്ങിപ്പോയി, അവര് ജീവിച്ചോട്ടെ. അങ്ങനെയാണല്ലോ ഇവിടെ വാടകയ്ക്ക് മാറിയത്. എന്തോ അങ്ങനെയാണോ വാടകയ്ക്ക് മാറിയത്? എന്നിട്ട് ഇവക്കുള്ള കൂടെ ഒരു സുഹൃത്ത് വന്നിവിടെ, ഇവളുടെ കൂടെ. ഞാനിവിടെ ഉണ്ട് എന്റെ മോനില്ലാത്ത സമയത്ത്. അപ്പൊ നീ ആരാ, ഇയാൾ ഏതാ എന്ന് ചോദിച്ചപ്പോ അവ എന്നെ ഭീഷണിപ്പെടുത്തി. എനിക്ക് കാണിച്ചു തരാടി എന്ന് പറഞ്ഞു. ഇതായിരുന്നു ഇവരുടെ പരിപാടി. അപ്പൊ അവിടെ ഇത് തന്നെ നടന്നേ. എന്റെ വീട്ടിൽ ഒരുത്തിനെ കൊണ്ടുവന്നു. അപ്പൊ അവളുടെ വീട്ടിൽ എത്ര എണ്ണത്തിന് കൊണ്ടുവന്നു അത് മോൻ കണ്ടു കാണും. എന്റെ അടുത്ത് പറഞ്ഞു അവരുടെ വഴിവിട്ട ബന്ധത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞ് ചോദിച്ചതാ മമ്മി കാരണം എന്ന് പറഞ്ഞു. അതിനായി എന്നെ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. അവളുടെ അവിഹിത ബന്ധത്തെ കുറിച്ച് സംസാരിച്ച് ഒരു വഴക്കുണ്ടായി. 10-ാം തീയതി 2024 10/10/2024 അതിന്റെ പിറ്റേന്ന് പോലീസിനെ കൊണ്ടുവന്ന് സ്ത്രീധന പീഡനമെന്ന് പറഞ്ഞ് രാത്രി 11:20 11-ാം തീയതി 11/10/2024 11:20 രാത്രി എന്റെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാതെ കൈ ചെങ്ങലയിട്ട് കാലില് മെലകിട്ട് കെട്ടിക്കൊണ്ടുപോകാ. ഒരു കൊലപ്പുള്ളിയെ പോലും. എന്തിനായിരുന്നു ഇങ്ങനെ അറസ്റ്റ് ഉണ്ടായത്? അവരുടെ അവിഹിത ബന്ധത്തെ കുറിച്ച് മൊബൈലിൽ കാണുകയും അല്ലാതെ കാണുകയൊക്കെ ചെയ്ത് പേരയും പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ ആൺസുഹൃത്തിൽ ഒരാളാ. അയാളിൽ നിന്ന് കണ്ട കാര്യങ്ങളെ പറ്റി ചോദിച്ച് പഴക്കായതാ. അങ്ങനെ എന്റെ കുഞ്ഞിനെ 11-ാം തീയതി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് സെല്ലിയിട്ട് പൂട്ടിയിട്ടിട്ട് ഇവര് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയെന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ പോലീസുകാര് കൊണ്ടുപോകുമ്പോ എന്റെ പൊന്നുമോന്റെ ഇവിടെ തലയില് മുറിവുണ്ട്, കൈ മുറിവുണ്ട്, ഇവിടെ ഇങ്ങനെ ഇടിച്ച് മോന്തയ്ക്ക് ഇടിച്ച് പാടും മുറിവുണ്ടെന്ന്. അത് പോസ്റ്റ്മോർട്ടം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, മെഡിക്കലിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവന്ന് ബെല്ലോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ബെല്ലോ ഫാംസ് എന്ന റൂമിൽ ഇട്ട് തുരുതുരെ അടിച്ചു കളഞ്ഞ് എന്നെ കുഞ്ഞിനെ. അയ്യോ, എന്തോ ഭാര്യ കേസ് കൊടുത്തത്, ഭാര്യയുടെ അമ്മയും. നിയമപരമായി കല്യാണം കഴിഞ്ഞാണോ? രജിസ്റ്റർ മാരേജ് ചെയ്തെന്ന് പറയുന്നു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് CI അനിൽകുമാർ, ഇടിയം പ്രദീപ് എന്നറിയപ്പെടുന്ന പ്രദീപ് SI ശ്യാമകുമാരി, ഇവര് 3 പേരും കൂടെ എന്റെ കുഞ്ഞിനെ ഇടിച്ച് പതുക്കി കളഞ്ഞു. ബെല്ലോ ഫാംസിന്റെ റൂമിൽ CCTV ഇല്ല.
വിലങ്ങിട്ട് മേലോട്ട് കെട്ടിയിട്ടിട്ട് എന്റെ കുഞ്ഞിന് അടയാളമുണ്ട്. ഫോട്ടോയിലുണ്ട് ഇടിച്ച പാട് മൊത്തവും ഉണ്ട്. ഈ പുറവശത്ത് തോക്കിന്റെ ചെവിട് വെച്ച് 7-ന് 2-നും എന്റെ കുഞ്ഞിന്റെ ഇടിച്ച് പാതിക്ക് കളഞ്ഞ നാവിപ്പാട്ടിന് ബൂട്ടിട്ട് ചവിട്ടി ആ ശ്യാമ എന്ന് പറയുന്ന SI ശ്യാമകുമാരി. എന്നിട്ട് ഇടിയും പ്രദീപ് എന്ന് പറയുന്ന SI പ്രദീപ് പറയാ, ഇനി നീ പട്ടാളത്തിന്റെ ബെൽറ്റ് കെട്ടത്തില്ലടാ എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കുഞ്ഞിനെ അടിക്കുന്നതും. അയ്യോ, CI അനിൽകുമാറും എന്റെ കുഞ്ഞിന്റെ തലമണ്ടയ്ക്കൊക്കെ അടിച്ചത്, തലയ്ക്കും നെഞ്ചത്തും കരളതാ ഇവിടെ അല്ല. എന്നിട്ട് ഇത്രയും കട്ടിയുള്ള വലിയ വെയിറ്റുള്ള ഒരു സാധനം ടവലിനകത്ത് പൊതിഞ്ഞ് കെട്ടി എന്റെ കുഞ്ഞിന്റെ ഈ 7-നും പുറത്തും നെഞ്ചത്തും ഒക്കെ വെച്ച് ഇടിച്ച ആ അടയാളം ഈ കൈയുടെ പാടിൽ ഇപ്പോഴും ഫോട്ടോയിലുണ്ട് കുഞ്ഞിന്റെ. അയ്യോ, അവിടുന്ന് എന്റെ കുഞ്ഞിനെ അവശനാക്കിയ പിറ്റേന്ന് 9-10 മണിയോടുകൂടി ജയിലിലാക്കി, കോടതിയിലാക്കിയിട്ട് ജയിലിലാക്കി എന്റെ കുഞ്ഞിനെ. അവിടുന്ന് 19-ാം തീയതി, ആ മാസം 19-ാം തീയതി ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞത് ഞങ്ങളെ അറിയിച്ചില്ലേ. എന്റെ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തതും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടതും ജയിലിലിട്ടതും എന്നെ അറിയിച്ചില്ലേ. ഒരു പെറ്റതള്ള എന്നെ അറിയിച്ചില്ല. എന്റെ കുഞ്ഞ് ആർമിക്കാരനായിരുന്നു. അവന്റെ റെക്കോർഡ് ഓഫീസിലോ ആർമിയിലോ അറിയിച്ചില്ല. ഒരു ജവാനെ അറസ്റ്റ് ചെയ്യുമ്പോ അങ്ങനെ അറിയിക്കണമെന്നൊരു നിയമമുണ്ട്, അവർ അറിയിച്ചില്ല. എന്റെ കുഞ്ഞ് ആരെ കൊന്ന് പീഡിപ്പിച്ചോ കുത്തിയോ വെട്ടിയോ എന്തിനാ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തത്? എന്നിട്ട് ജാമ്യത്തിൽ ഇറക്കിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോയെന്ന് പോലും എനിക്കറിയത്തില്ല. പിറ്റേ മാസം 4-ാം തീയതി ഒരു ഓട്ടോ ഡ്രൈവർ, ഈ പോലീസുകാർ സഹായിയായ ഒരു ഓട്ടോ ഡ്രൈവർ ഇവിടെ കൊണ്ടിട്ടിട്ട് പോയി എന്റെ കുഞ്ഞിനെ. 7-ാം തീയതി ഞാൻ വന്ന് കാണുന്ന അന്നേരാ ഞാൻ അറിയുന്നു അവശനായി ഇവിടെ കിടക്കുന്നു. എന്റെ പൊന്നുമോന് എന്തോ മോനെ ചോദിച്ചപ്പോഴാ പറയുന്നത്, മമ്മി ഇങ്ങനെയൊക്കെ എന്നെ ചെയ്തത്. പിന്നെ എന്റെ കുഞ്ഞിനൊന്നും വയ്യ, നിക്കറിടാൻ വയ്യ, പാൻറിടാൻ വയ്യ, ബെൽറ്റ് കെട്ടാൻ വയ്യ. അയ്യോ, ഞാൻ പിന്നെ ആശുപത്രി മൊത്തം കൊണ്ടിടുന്ന എന്റെ കുഞ്ഞിന് കൈ പൊട്ടലുണ്ടായിരുന്നു, അതെല്ലാം എഴുതി തന്നിട്ടുണ്ട്. നട്ടലിന് ഇടിച്ച് നീര് വന്നത്, മുഴ വന്നത് മെഡിസിറ്റി, കൊല്ലത്ത് മെഡിസിറ്റി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് അത് ഡിസംബർ 13-ാം തീയതി കൊണ്ടുപോയി 20-ാം തീയതി ഡിസ്ചാർജ് ആയി വന്ന്. അതിന് മുമ്പ് LMS എല്ലാം കൊണ്ടുപോയി, എന്നെ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി ഞാൻ എന്റെ കുഞ്ഞിനെ. അങ്ങനെ ഡിസംബർ 20-ാം തീയതി ഡിസ്ചാർജ് ആയി വന്ന് 27-ാം തീയതി എന്റെ മോന് എന്നെ വിട്ടുപോയേ. എന്റെ മോന് എന്നെ വിട്ടുപോയി. എന്റെ പൊന്നു സാറേ, ഈ പേര് പഞ്ചായത്ത് പ്രസിഡന്റ് അയാളാണ് ഇതിനെല്ലാം ഒത്താശ വെച്ചു കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പറയുക. എന്റെ മോന് സെല്ലി പൂട്ടിയിട്ടപ്പോ പറയുക, ഇവനെ ഹരാസ്മെന്റ് ചെയ്യാൻ ഞാൻ ഇടിയും പ്രദീപിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന്. എന്റെ കുഞ്ഞിനെ ഹരാസ്മെന്റ് ചെയ്യാന് ഇടിയും പ്രദീപിനെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന്. എന്റെ മോൻ സെല്ലി കിടന്നോണ്ട് അവനെ അടിച്ചെന്നും പറഞ്ഞ അവൻ പരാതി കൊടുത്ത് ഇടിയും പ്രദീപ് മൊഴിയെടുത്ത്. ഇതുവരെ കേസെടുത്തിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജനുവരി 29-ാം തീയതി കിട്ടി എനിക്ക്. അത് മേടിക്കാൻ ചെന്നപ്പോഴാ എന്റെ മോൻ കൊടുത്ത പരാതി അവരെടുത്തിട്ടുമില്ല, സ്വീകരിച്ചിട്ടുമില്ല, കേസെടുത്തിട്ടുമില്ല. അന്നാ ഞങ്ങൾ അറിയുന്നേ. ഓ, ഈ വിധമാക്കി എന്റെ കുഞ്ഞിന് എന്റെ പൊന്നുമോ എന്നെ വിട്ട് പോയി സാറേ. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. എന്റെ കുഞ്ഞ് എവിടെ പോയി ഞാൻ തിരക്കണം? എന്റെ കുഞ്ഞിനെ ഞാൻ എവിടെ പോയി തിരക്കണം? എനിക്ക് പറ്റുന്നില്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നുമോനെ, അയ്യോ, എന്റെ പൊന്നുമോൻ ദൈവമായിരുന്നേ എനിക്ക്. എന്റെ പൊന്നുമോൻ ദൈവമായിരുന്നേ എനിക്ക്. വയ്യായേ സാറേ, ഞാൻ എന്തോ വേണമെന്ന്. ഞാൻ ഈ ഫോട്ടോ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവിടെ കിടന്നാ ഞാൻ ഉറങ്ങുന്നത്. എന്റെ മോനെ ഉണരും, നോക്കും, ഉമ്മ കൊടുക്കും, ഉണരും, നോക്കും, ഉമ്മ കൊടുക്കും. പറ്റത്തില്ല സാറേ, ഞാൻ എവിടെ കൊണ്ട് സഹിക്കും?